അതായത് ഈ ശിവകുമാർ, നേവിയുടെ ക്യാപ്റ്റൻ ശിവകുമാർ പറഞ്ഞ കാര്യം, അതായത് എന്തുകൊണ്ട് ഇന്ത്യയുടെ വിമാനം നഷ്ടമായി എന്ന് അയാൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് 6-ാം തീയതി, മെയ് 6-ാം തീയതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. അന്ന് പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത്. പാകിസ്ഥാനിലെ 11 തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാന്റെ അതിർത്തി കടന്നു ചെന്ന് ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ ബോംബ് വർഷിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മിസൈലുകൾ ഇതാണ് അവിടെ തകർത്ത് കളഞ്ഞത്. ഈ സമയത്ത് സ്വാഭാവികമായും പാകിസ്ഥാന്റെ വ്യോമസേന തിരിച്ചടിക്കുമല്ലോ, ഉറപ്പല്ലേ. പക്ഷേ ഇവിടുന്ന് നമ്മുടെ സൈനികർക്ക് ഇന്ത്യയുടെ ഭരണകൂടം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഒരു കാരണവശാലും പാക് സൈന്യത്തെയോ അവിടുത്തെ ജനങ്ങളെയോ ആക്രമിക്കരുത്. നമ്മുടെ ലക്ഷ്യം ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമായിരിക്കണം. അതുകൊണ്ട് പാകിസ്ഥാൻ സേന തിരിച്ചടിച്ചപ്പോൾ നമുക്ക് പ്രത്യാക്രമണം നടത്താൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ വിമാനങ്ങൾ നഷ്ടമായി എന്നാണ് ഇയാൾ പറയുന്നത്. ഇന്ത്യ സർക്കാർ പറഞ്ഞത് കൃത്യമായിട്ട് നമ്മുടെ സൈന്യം പാലിച്ചു. അതെ, അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സേന പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ ഉത്തരവിൻ പ്രകാരമാണ്. സർക്കാർ എന്ത് പറയുന്നു അതിനപ്പുറം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും അല്ല. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ ഇതല്ല സ്ഥിതി, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ. അവിടെ അതെ, പാകിസ്ഥാനിൽ സൈന്യം എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, അതാണ്. അല്ലാണ്ട് ഭരണ നേതൃത്വത്തിനൊന്നും വലിയ റോളില്ല. സൈന്യം പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നത് ഭരണ നേതൃത്വം അറിയ പോലും ഇല്ല. കാര്യം അവർക്ക് പ്രത്യേക അജണ്ടകളും പ്രത്യേക പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതാണ്, ഇന്ത്യയുടെ സേന പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ സർക്കാരിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ്, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ. അല്ലാണ്ട് സേനയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തമായി തീരുമാനമോ പദ്ധതികളോ ഇല്ല. ഇതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വിമാനം പോയി, അത് മാത്രമാണ് ഇവിടെ പ്രതിപക്ഷ കക്ഷി ഒരു പ്രശ്നമായിട്ട് ഉന്നയിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.